ഹായ്, ആത്മയിലേക്ക് പോകാം. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമുണ്ട്. അതെ, നമ്മുടെ പഞ്ചിന്റെ. ജപ്പാനിലെ ഒരു മൃഗശാലയിലായിരുന്നു പഞ്ചിന്റെ ജനനം. ജന്മത്തോടെ തന്നെ അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു. പോരാത്തതിന് അവന്റെ കൂട്ടത്തിനുള്ള കുരങ്ങന്മാർ അവനെ ഉപദ്രവിക്കാനും തുടങ്ങി. പേടിച്ച് വിറച്ച ആ കുട്ടിക്ക് ആകെ കിട്ടിയത് ഒരു പാവക്കുട്ടിയാണ്. ആ പാവയെ തന്റെ അമ്മയായി കരുതി അവൻ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ കാഴ്ച ലോകമെമ്പാടുമുള്ള ദശലക്ഷത്തിന് ആൾക്കാരെയാണ് സങ്കടത്തിലാക്കിയത്. ആ പാവയില്ലാതെ പഞ്ചിന് ഒരടി പോലും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭയം തോന്നുമ്പോഴും സങ്കടം വരുമ്പോഴും അവൻ ആ പാവയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. നമുക്കിതൊരു വീഡിയോ മാത്രമായിരിക്കാം, പക്ഷെ പഞ്ചിന്റെ ജീവിതവും നമ്മുടെ ജീവിതവുമായി വലിയൊരു സാമ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടാറില്ലേ? പ്രിയപ്പെട്ടവർ കൈവിടുമ്പോഴോ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുമ്പോഴോ നമ്മളും പഞ്ചിനെ പോലെ ആരുമില്ലാത്തവരാകും. ആ സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ, നമ്മളെ ഒന്ന് നെഞ്ചോട് ചേർക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ആരും കാണില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പഞ്ചിന് ആ പാവക്കുട്ടി സന്തോഷം കൊടുത്തതുപോലെ നമുക്ക് ഒരു ചെറിയ ഹോബിയോ, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടോ, ചില വ്യക്തികളുടെ സംസാരമോ, അല്ലെങ്കിൽ സ്വയം തന്നെ പറയുക കുഴപ്പമില്ല, ഞങ്ങളിത് തരണം ചെയ്യും എന്നൊരു വിശ്വാസമോ നമ്മളിൽ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കും, ഉറപ്പാണ്. ഓർക്കുക, പഞ്ച് ഇപ്പോൾ മറ്റു കുരങ്ങുകൾക്കിടയിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ സങ്കടവും മാറും. ഒറ്റപ്പെടലിന്റെ ദൂരം വെറും ഒരു തീരുമാനത്തിൽ മാത്രമാണ്. ലിറ്ററേറ്റ് നവ്യ നായർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയം നിങ്ങൾ കണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയം വളരെ ആഴത്തിലുള്ളതാണ്. ജീവിതത്തിൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം. ആ സമയങ്ങളിൽ നമ്മൾ താങ്ങി നിർത്താൻ ആരും ഉണ്ടാവില്ല. എന്നാൽ പഞ്ചിനെ പോലെ സ്വയം നമ്മൾ കരുതി നേടേണ്ടതാണ്. പഞ്ചിനെ പോലെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. ഒറ്റപ്പെടലുകളിൽ നമുക്ക് ആരും ചേർന്ന് നിൽക്കാനില്ലെങ്കിൽ നമ്മുടെ സ്നേഹം നമുക്കുള്ളതാണ് എന്നുള്ള ഓർമ്മ നമുക്ക് മതി. ഒറ്റപ്പെടലുകളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നവ്യ ചേച്ചിയും ഈ ഹൃദയസ്പർശിയായ ചിത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, നമ്മൾ തന്നെയാണല്ലോ നമുക്കൊരു പാഠമാകേണ്ടത്. സന്തോഷം മറ്റുള്ളവരല്ല തരാൻ, നമ്മൾ തന്നെയാണ് സ്വയം കണ്ടെത്തേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ പഞ്ചിന്റെ സ്റ്റോറി ഒരു പാഠമാണ്, അല്ലേ? അതുകൊണ്ട് കൂട്ടുകാരെ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയക്കാതിരിക്കുക. പഞ്ചിനെ പോലെ പ്രതിസന്ധികളിൽ നിങ്ങളും തളരാതിരിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങളെ കാത്ത ഒരു വലിയ ലോകം ഇരിപ്പുണ്ടാവും. തീർച്ചയാണത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.